പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനായി ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതൃപ്തിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആണവ വിഷയങ്ങളിൽ വ്യക്തമായ ധാരണയില്ലാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടാണ് വൈറ്റ് ഹൌസിന്. ഇതിനിടെ ഇരു രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ റഷ്യൻ ശതകോടീശ്വരന്റെ ആഡംബര കപ്പൽ കടന്നുപോയത് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. 2 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുതിയ തർക്കങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകളിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾ ഘട്ടം ഘട്ടമായുള്ള സമാധാനമാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ യുദ്ധം അവസാനിച്ചതിന് ശേഷം മാത്രമേ നടത്തൂവെന്ന ഇറാന്റെ നിലപാടാണ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സമാധാന ചർച്ചകളുടെ ആദ്യഘട്ടത്തിൽ തന്നെ ആണവ നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് വാഷിംഗ്ടണിന്റെ ആവശ്യം. ആണവായുധങ്ങൾ കൈവശം വെക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. യുദ്ധത്തെ തുടർന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. പ്രതിദിനം 140 കപ്പലുകൾ വരെ കടന്നുപോയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കഷ്ടിച്ച് 7 കപ്പലുകൾ മാത്രമാണ് പോകുന്നത്. ഈ സംഘർഷാവസ്ഥയ്ക്കിടയിലാണ് റഷ്യൻ ശതകോടീശ്വരൻ അലക്സി മൊർദാഷോവിന്റെ നോഡ് എന്ന ആഡംബര കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടന്നത്. ഉപരോധങ്ങൾ നിലനിൽക്കെ ഇറാനും അമേരിക്കയും ഈ കപ്പലിന് യാത്രാനുമതി നൽകിയെന്നത് ശ്രദ്ധേയമാണ്. റഷ്യയുമായുള്ള ഇറാന്റെ അടുത്ത ബന്ധവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. മാധ്യമങ്ങളിലൂടെ സമാധാന ചർച്ചകൾക്ക് താൽപ്പര്യമില്ലെന്ന് വ്യക്തമാക്കിയ വൈറ്റ് ഹൌസ് തങ്ങളുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ആവർത്തിച്ചു. ചർച്ചകൾ വേണമെങ്കിൽ ഇറാൻ നേരിട്ട് ബന്ധപ്പെടട്ടെ എന്ന നിലപാടിലാണ് ട്രംപ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.